നിരപരാധിയാന്ന് നമുക്കറിയാം, നമ്മൾ പറയുന്നവർ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല സാറേ ജയില്. പന്നി വളർത്തുന്ന പോലെ നേരത്തെ ഭക്ഷണമുണ്ട്, കടന്നുറങ്ങിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മലയാള പത്രത്തിലെല്ലാം വന്നു, ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ് എല്ലാ ചാനലിലും വിട്ടിരുന്നു ആ വ്യക്തിയെ. അയാളുടെ അടുത്തുനിന്ന് ഞാൻ 2010 ഫോട്ടോ എടുത്തിരുന്നു. അയാൾ സ്റ്റുഡിയോക്കാരനും കൂടിയാണ്. ആ ഫോട്ടോ കമ്പ്യൂട്ടറിൽ ഇട്ടും കൊണ്ട് 1040 എന്നൊരു നമ്പർ തന്നു. ഇനി എപ്പോഴും വേണം ഈ നമ്പർ പറഞ്ഞാൽ മതി. എൻ്റെ അനുവാദമില്ലാതെ ആ ഫോട്ടോ എടുത്തിട്ടാണ് പുള്ളി പത്രത്തിൽ വാർത്ത ഇട്ടത്. അപ്പോൾ അതിനെതിരെ എന്ത് നിയമ നടപടി ചെയ്യാൻ പറ്റും? എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ അങ്ങനെ അയാൾ വിശ്വസിച്ചാണ് നമ്മുടെ ഫോട്ടോ അയാൾ ഇതിൽ വെക്കുമ്പോൾ എടുക്കുന്നത്. അതെടുത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമല്ലാത്തൊരു കാര്യത്തിന്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചൻ കുറ്റം ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്ന സംഭവത്തിൽ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഒരു നിരപരാധി 16 ദിവസം ജയിലിൽ കിടന്ന സംഭവം വലിയ ചർച്ചയാവുകയും പോലീസിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. വീടിന്റെ കാർപോർച്ചിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും പിടികൂടിയ സംഭവത്തിലാണ് തങ്കച്ചന് 16 ദിവസം റിമാൻഡ് തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വന്നത്. തങ്കച്ചൻ നിരപരാധിയാണെന്നും കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കേസിന് പിന്നിലെന്നും അന്നേ പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യം പോലീസ് ഗൗരവത്തോടെ പരിഗണിച്ചില്ല. തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും സൂക്ഷിച്ചിരിക്കുന്നു എന്ന രഹസ്യവിവരം ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വഴിയാണ് പോലീസിനു ലഭിച്ചത്. ചുറ്റുമതിലോ ഗേറ്റോ ഇല്ലാത്ത വീടിന്റെ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും സൂക്ഷിച്ചിരുന്നത്. ഈ വസ്തുക്കൾ പരിശോധിക്കാതെയും കുടുംബത്തിന്റെ വാദം പരിഗണിക്കാതെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തങ്കച്ചനെതിരെ കേസെടുക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ അനാവശ്യ തിടുക്കം കാണിച്ചതായാണ് വിലയിരുത്തൽ. ഇത് ഈ സംഭവം ചേട്ടാക്കി കൊണ്ടുവെക്കാനാണെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഞങ്ങൾക്ക് പഴയ വീടുണ്ട്, തൊഴുത്തുണ്ട്, ആട്ടുംകൂടുണ്ട്, പഴയ ബാത്റൂമുണ്ട്, എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഇത് തുറന്ന സ്ഥലത്തുമാണ് കൊണ്ടുവെക്കേണ്ടത്. ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പെടുത്താൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്ത കള്ളക്കേസാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.